സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് വൈകും. റിയാദ് ക്രിമിനൽ കോടതിയിൽ വാദം പൂർത്തിയായെങ്കിലും മോചന ഉത്തരവ് ഉണ്ടായില്ല. വരുന്ന സിറ്റിംഗിൽ കേസ് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷയെന്ന് റഹീം നിയമസഹായ കമ്മിറ്റി അറിയിച്ചു. 2006 സൗദി ബാലന്റെ കൊലപാതക കേസിൽപ്പെട്ട് അബ്ദുൾ റഹീം സൗദി ജയിലിലാകുന്നത്. 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്നവരെ തേടിയെത്തിയത് ഏറെ നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ്. റിയാദ് ക്രിമിനൽ കോടതിയിൽ വാദം പൂർത്തിയായെങ്കിലും മോചന ഉത്തരവ് ഉണ്ടായില്ല. പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾ ഖണ്ഡിച്ച് സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിക്കുകയും വിധി പറയാൻ കേസ് മാറ്റുകയും ചെയ്തു. ചില സാങ്കേതിക കാരണങ്ങളാലാണ് കേസ് മാറ്റിവെച്ചതെന്നും അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും റഹീം നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. 2006 സൗദി ബാലന്റെ കൊലപാതക കേസിൽപ്പെട്ട് അബ്ദുൾ റഹീം അറസ്റ്റിലാകുന്നത്. റഹീം ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന വീട്ടുടമയുടെ മകനായിരുന്നു കൊല്ലപ്പെട്ടത്. രോഗിയായിരുന്ന സൗദി ബാലൻ മുഖത്തേക്ക് തുടരെ തുപ്പിയത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് റഹീം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. എന്നാൽ റഹീമിന്റെ കൈതട്ടി സൗദി ബാലന്റെ മുഖത്ത് ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണങ്ങൾ തെറിച്ചുപോയതാണ് മരണകാരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വാദിച്ചു. ഇതോടെ അബ്ദുൾ റഹീമിന് കോടതി വധശിക്ഷ വിധിച്ചു. വധശിക്ഷ ഉറപ്പായ ഘട്ടത്തിലാണ് കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബവുമായി അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നതും ദിയാധനമായി 34 കോടി നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നത്. അതോടെയാണ് കുടുംബം റഹീമിന് മാപ്പ് നൽകിയത്. അബ്ദുൾ റഹീമിന്റെ മോചനദ്രവ്യം കണ്ടെത്തുന്നതിനായി മലയാളികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ലോകത്തിന് പോലും മാതൃക കാട്ടി. റഹീമിന്റെ മോചനം വൈകുന്നതിൽ ആശങ്കയിലാണ് കുടുംബം. അധികം വൈകാതെ തന്നെ റഹീമിന്റെ മോചനം സാധ്യമാകുമെന്നാണ് റഹീം നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത്. ജനം, കോഴിക്കോട്.